അപ്പോൾ ഹലോ ഗൈസ്, എല്ലാം മച്ചന്മാർക്കും ബണ്ണിറ്റി കേസിൻ്റെ മറ്റൊരു കിടക്കാച്ചി ഗെയിം പ്ലേ ഉള്ളിലോട്ട് സ്വാഗതം. നമ്മളിതേ ഭരതത്തിനകത്ത് കമ്മ്യൂണിറ്റി, അതായത് സ്പോൺ കമ്മ്യൂണിറ്റി അയ്യോ അയ്യോ അടിക്കല്ലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നു ഡ്രാഗോ. പിന്നെ ഫുഡില്ലേ? ഫുഡ് വേണോ മച്ചാനെ? ഫുഡ് കഴി, ഈറ്റ് ഫുഡ്. അപ്പം നമ്മുടെ കൂടെ ഡ്രാഗോ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന പരിപാടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. FTTയുടെ സ്റ്റാച്യു ഉണ്ട്. ഇനി ഇവിടുന്ന് ഒരു പാലം. അതാരത്? എന്താ കേശവ? അപ്പോൾ അതെ ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ്, ഇവിടുന്ന് ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് പോവും. എന്നിട്ട് അവിടെ ATG, അപ്പുറത്തെ സുധി, അതായത് മൈൻക്രാഫ്റ്റിലെ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഒരു സ്റ്റോൺ എടുത്തിട്ട് വരാം. ഓക്കെ സ്റ്റോൺ എടുത്തിട്ട് വന്ന വലിയ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവരെ സ്റ്റാച്യു ആണ് നമ്മളിവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു FTTയുടെ സ്റ്റാച്യു ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റീപ്ലേ മോഡ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങളത് കണ്ടിട്ട് വാ. ഇനി എന്താ വേണ്ട മലയാളം? ഇനി എന്താ വേണ്ട? പിസ്റ്റൺ വേണം, TNT വേണം, ലെവർ വേണം. ലെവറിനുള്ളതാ സ്റ്റോൺ ഉണ്ട്, വുഡ് ഉണ്ട്, സ്റ്റോൺ വുഡ്, ലെവർ, ഒബ്സിഡിയൻ ഉണ്ട്, 3 ഉണ്ട്. പിസ്റ്റൺ 2 വേണ്ട, 1 ഇട്ടിരിക്കണ്ടല്ലോ. റെഡ് സ്റ്റോൺ വേണോ? വേണ്ട. പിസ്റ്റൺ ഒരെണ്ണം മതി. TNT ആടല്ലേ കയറിയ? TNT ആടല്ലേ എന്റെ കയറിയില്ല. FTDയിലൊന്നും പറയരുത്. അതെ, ഇതെന്താ ഡയമണ്ടോ? എന്നാ ആർക്കാ റെഡ് സ്റ്റോൺ വേണ്ടേ? റെഡ് സ്റ്റോൺ അല്ല, TNT വേണ്ടേ? TNT അതാ ഡ്രോപ്പ് ചെയ്താണോ അത്? എന്തൊരു സമയം പറഞ്ഞു തരുന്നു. ഹോപ്പി എല്ലാം സെറ്റാണോ? ഹോപ്പി മാസായിട്ട് ഇറങ്ങുന്നത് എല്ലാം സെറ്റാണോ? ഒന്നും ഈ എന്തിനാ ഇപ്പൊ സ്ലോ മോഷനിൽ വന്നേ? ഐ തിങ്ക് സ്ട്രിങ് എന്റെ അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് ഹോപ്പ് എന്തെങ്കിലും പറയണ്ടോ? ഒന്നും കേൾക്കാല്ല എനിക്ക്. ഓണാക്കി അവന്റെ ഡബിൾ ആയിട്ട് കേൾക്കടാ വീഡിയോയിലോട്ട് വരുമ്പോ. അതാ പ്രശ്നം. നൈറ്റായി. അതെ, സ്പൈഡർ മോൻ. സ്ട്രിങ് കിട്ടി. 2 സ്ട്രിങ് വരടാ. ഇതുണ്ടാക്കാൻ ഫിഷ് റോഡ് ഉണ്ടാക്കാൻ. ഇത് ഞാനാണ്, മലയാളിയല്ല. ഞാൻ ഫിഷ് റോഡ് വെച്ചെടുക്ക്. ആളെടുക്ക്. ഇതെന്താ നീ പിടിക്കണോ? നീ തന്നെ ഫിഷിംഗ് റോഡ് കിട്ടുമോ? പിന്നെ FTD മേളിലേക്ക് ബ്ലോക്ക് താഴെ വയ്ക്കണം, അല്ലെങ്കിൽ തട്ടിടണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, തട്ടിടാൻ പറ്റൂല, മൂപ്പര് അടിക്കാൻ പറ്റൂല. ബ്ലോക്ക് വെക്കാം വയ്ക്കാൻ പറ്റൂല പറയും. പുള്ളി കൂടെ പോണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ കേൾക്കൂല.
ഞാൻ ഗ്രൂപ്പ് ഇരുന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അലേട്ടർ ഇട്ടിട്ട് വന്നാൽ മതി. ഗൈസ് നിങ്ങളൊക്കെ മാറി ചത്തോ കേട്ടോ. ചത്തോ ലൂട്ട് ഞാൻ എടുക്കും, അത്രേ ഉള്ളൂ. ആ വെയിറ്റ്. ആ ലെറ്റ്സ് ഗോ. പൊട്ടിയോ 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 ഇല്ല പൊട്ടിയോ? ഇല്ല പൊട്ടിയില്ല. ശരിയല്ല, കാരണം അവിടെ ഓപ്ഷൻ പിസ്റ്റനാണ് മാറ്റാണ്ടേ. FTT ഇപ്പൊ വരികയാണെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ചൊരു ബാൻ ആയിരിക്കും അല്ലേ? ഒന്നും എന്തുണ്ടെങ്കിലും ക്യൂക്കി ഏറ്റെടുക്കും. വൈൽഡ് ലിസ്റ്റ് ഉണ്ടോ? പരസ്യം കയറാൻ വൈൽഡ് ലിസ്റ്റ് ഉണ്ടോ? FTT കീ ബൈൻസ് മാറ്റിയാ ബ്രോ? കീബാൻഡ് മാറ്റണോ? അടിപൊളി. FTT തെറിച്ചു പോയി. കീ ബൈൻസ് FTT തെറിച്ചു കിട്ടി. അല്ല കുഴപ്പമില്ല, അവിടെ ട്രാപ്പ് ചെയ്തോ. വെള്ളം ഒഴിച്ചാൽ മതി. ഇതിന്റെ അടിയിൽ ബെഡ്റൂം കൊണ്ടുപോയി, എന്നാലും കുഴപ്പമില്ല, പൊട്ടിച്ചോ ഒരെങ്കിലും ഒരെണ്ണം വർക്കാവട്ടെ. എന്റെ സെറ്റപ്പ് ചെയ്യാം, റെഡിയാക്കാം. ഇവർ നമ്മൾ കളിക്കില്ല. വേറെ ആളാക്കി കൊടുക്കും. ആരൊക്കെ തെറിച്ചൊക്കെ പോയത്? പൊട്ടിയാ പൊട്ടന്മാര്. ഞാൻ വിട്ടേക്കുന്നു. ഓക്കെ, അപ്പൊ റീപ്ലേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇങ്ങോട്ടേക്കുള്ള ഒരു വഴി സെറ്റാക്കണം. വഴി സെറ്റാക്കിയതിന് ശേഷം ബാക്കി ബിൽഡിലോട്ടൊക്കെ നമുക്ക് പോവാം. ഇനി ഈ ഒരു വഴി ഇതൊന്ന് ക്ലിയർ ആക്കണം. ഇവിടെ സാൻഡൊക്കെ വെച്ചിട്ട് ഇവിടെ കുറച്ച് ഇതായി കിടക്കുകയാണ്. സാൻഡ് വെക്കണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഈ ഏരിയ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ കയറി വരാനുള്ളൊരു ഗ്യാപ്പ് കിട്ടും. എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് നടക്കണം. എൻ്റെ ഇവിടെ ഇതൊരു വെള്ളച്ചാട്ടമാക്കണമെന്നും എനിക്കൊരാഗ്രഹമുണ്ട്. വെള്ളച്ചാട്ടമാക്കാം, അതാണ് നല്ലത്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞത് ഇങ്ങനെ വരും. അത് കറക്റ്റായിട്ട് പോകാൻ വേണ്ടി നമ്മളൊരു വഴി ഉണ്ടാക്കി കൊടുക്കണം. വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വെറൈറ്റി ആയില്ലെങ്കിൽ അലമ്പാകൊണ്ടിരുന്നാൽ മതി. ഇത് ഈ വെള്ളം ഇവിടെ വരെ എത്തുമോ എന്നുള്ളതാണ് എൻ്റെ അപ്പത്തൊരു ഡൗട്ട്. എത്താൻ ചാൻസ് ഇല്ല. അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിളിച്ച് കോംപ്രമൈസ് ചെയ്യാം. അതിൽ വിഷയമൊന്നുമില്ല. അതാ ഡ്രാഗോ. ഇതാണോ ഡ്രാഗോ എനിക്ക് കൊണ്ടുവരാത്ത സ്റ്റോണിന് വരഞ്ഞിപ്പോൾ അവൻ്റെ കളറിൽ തന്നെ സ്റ്റോൺ വെക്കേണ്ട അവസ്ഥയായി പോയിട്ടാ. ഓക്കെ, കൊള്ളാലോ അല്ലേ? കൊള്ളാം. ഇങ്ങോട്ട് വെള്ളച്ചാട്ടം ഇങ്ങനെ കണക്ട് ആവുന്നത് നൈസ്. അവൻ പോയി അവൻ മടുത്തെന്ന് തോന്നുന്നു. അവന് മടുത്ത് ഇനി ചാവ എനിക്ക് വയ്യാതെ. എടാ ഞാൻ മാത്രമേ ഉള്ളൂ സെർവറിൽ. അവനും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വേഗം പോയി കിടന്നുറങ്ങട്ടെ. ആരെങ്കിലും കയറുന്നതിൻ്റെ മുന്നേ. എല്ലാവരും കയറി കഴിഞ്ഞാൽ അവരും കിടക്കേണ്ടി വരും. അവർ ബെഡിൻ്റെ അടുത്തൊന്നും അല്ലെങ്കിൽ പൊട്ടുപോകും. ഗുഡ് നൈറ്റ് അമ്പുണ്ണി ബ്രോ. എന്നെ കാണല്ലേ പ്ലീസ്, എന്നെ കാണല്ലേ രാവിലെ. ഓക്കെ, ബൈ. ഞാൻ പോടും, ടാറ്റ. സെറ്റ്. അപ്പോൾ അതെ ഒരു വെള്ളച്ചാട്ടം നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. FTTയുടെ സ്റ്റാച്യു സെറ്റല്ലേ? ഇത് റേറ്റ് ചെയ്യും. നമ്മൾ സ്ഥിരം നമ്മുടെ ആ ഒരു സംഭവം തന്നെ റേറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാൻ അവിടെ അപ്പുറത്തൊക്കെ ഓരോരുത്തരെ എന്താ പറയുക സ്റ്റാച്യൂസ് വരാനുണ്ട്. അതൊക്കെ നമ്മൾ സെറ്റാക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കതും ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഈ സ്റ്റാച്ചു അല്ലാതെ ഇന്ന ഡെക്കറേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഒരു സൈൻ ബോർഡ് ഇവിടെ വെക്കണ്ടേ? സൈൻ ബോർഡ് വെച്ചില്ലെങ്കിൽ അതൊരു മോശമല്ലേ? ബിൽഡ് ബൈ ഓക്കെ, അപ്പോൾ ഇത് കണ്ടല്ലോ, സെറ്റാണ്. സൈൻ ബോർഡ് കണ്ടല്ലോ, സെറ്റാണ്. ഇനി വഴി തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസം സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഫിലിം വീഡിയോ ആയിട്ട് കാണാം. പിന്നെ RSOP ഞാനുമാണ് ടീമായിട്ടുള്ളത്.
ആൻഡ് ഹാറസോപ്പി ഈ ഐറ്റംസ് ഒക്കെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ്. അവന് ഇന്ന് കയറാനായിട്ട് പറ്റില്ല, അവന് വേറെ ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. പിന്നെ ഇത് എനിക്ക് അത്ര റിസ്ക് ഉള്ളൊരു സാധനമല്ല, കാരണം ഇതുപോലത്തെ 2 ഐറ്റംസ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അറിയാലോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ ബണ്ണിറ്റിക്കീസ് മാത്രമേ ഉള്ളൂ ചെയ്യാ. ഞാനൊരു SP ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, SP ആണ് ഞാൻ, അങ്ങനെയാണ്. പിന്നെ ഐറ്റംസ് കളക്ട് ചെയ്യുന്ന റിസോഴ്സ് ഗ്യാതറിംഗ് ആണ് കുറച്ച് റിസ്ക് ഉള്ളത്. അത് അടുത്ത ദിവസം ബാക്കി സ്റ്റാറ്റ്യൂസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ RSOP തന്നെ വന്ന് സെറ്റ് ആയിക്കോളും. അവനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടാണെങ്കിൽ ഐറ്റംസ് ഒക്കെ തന്നെ ഞാൻ എന്ത് ചെയ്യും ഇവിടെ സെറ്റ് ആക്കി എടുത്ത് ഞാൻ എന്നിട്ട് ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് ഹോപ്പി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കും എന്നുള്ള അറിയത്തില്ല. ഹോപ്പി ഉണ്ടാക്കും എന്തെങ്കിലും ഒരു സാധനം ഹോപ്പി ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിക്കും, പണിയെടുക്കണോ ഹോപ്പി വീഡിയോ കാണുമ്പോൾ ഈടാ ചേച്ചത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ടാണ്. ബൈ ബൈ ഗൈസ്, ലവ് യു.